ഓണം ഇന്ന് തിരുവോണത്തിന് കോവളം ബീച്ചിൽ, അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ കോവളത്തിൻ്റെ ബീച്ചിൽ പ്രവർത്തിക്കുന്ന പാം ബീച്ച് റിസോർട്ട് ഏറ്റവും മനോഹരമായ നല്ല രുചികരമായ ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന ഒരു സ്ഥലമാണ് പാം ബീച്ച്. അപ്പോൾ ഈ പാം ബീച്ചിലാണ് ഇന്ന് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. മനോഹരമായ പാട്ടുകൾ, ചെണ്ടമേളം, അതുപോലെ തന്നെ നല്ല രുചികരമായ ഭക്ഷണം എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരെയും ഈ തിരുവോണ നാളിൽ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, എല്ലാ വിദേശികൾക്കും സ്വദേശികൾക്കും പാം ബീച്ചിന്റെ ഓണാശംസകൾ നേരുന്നു. ലോകത്തിലെ എല്ലാ മലയാളികളും എല്ലാ സ്ഥലത്തും ഓണം ആഘോഷിക്കുകയാണ്. നമ്മളിവിടെ കോവളത്ത്, അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ കോവളത്ത് പാം ബീച്ചിലാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ ഒരു ഓണം ആഘോഷം നമ്മളിവിടെ നടത്തുകയാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഗോവ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ വാസുദേവനുണ്ട്. അതുപോലെ ശ്രീമതി രാധ. പാം ബീച്ച് ഒരു 1/4 നൂറ്റാണ്ട് ആയി ഈ കോവളത്ത് ഈ റിസോർട്ട് മധുരമായ സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ പാം ബീച്ചിന്റെ മുതലാളി നമ്മുടെ രാധ, നമ്മുടെ ഗോവ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ വാസുദേവനെ പൊന്നാട അണിയിക്കുന്നു. നമ്മളിപ്പോൾ അതുപോലത്തെ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേനെക്കാണെങ്കിൽ കുറച്ചും കൂടെ വിപുലമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഒരു തിരുവാതിര നടത്താൻ സാധിച്ചു, ഒരു വാദ്യമേളം നടത്താൻ സാധിച്ചു. പിന്നെ നിങ്ങളുടെ എല്ലാവരെയും സഹായത്തോടു കൂടി നമ്മളൊരു തിരുവോണം നല്ല രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നടന്നു. പിന്നെ എന്താ പറയാ, നമ്മുടെ വിഭവങ്ങളൊക്കെ ഇതാണ്: ഉപ്പേരി, ചിപ്സ്, കൊണ്ടാട്ടം മുളക്, ചമ്മന്തി, മുളക്, വട, കളി ഉടയ്ക്ക, പിന്നെ സോയാബീൻ, അവിയല്, തോരൻ, വെള്ളരിക്ക പച്ചടി, എറശ്ശേരി, ഓലൻ, നെല്ലിക്ക പച്ചടി, ബീട്രൂട്ട് കിച്ചടി, വെജിറ്റബിൾ മീൻകറി, കൂട്ടുകറി, കാളൻ, തീയല്, വറുത്തരച്ച തീയല്. നമ്മുടെ പായസം 13 ഐറ്റം ഉണ്ട്. സ്പെഷ്യലായിട്ട് അട, കടല, സേമ്യം, ഈന്തപ്പഴം പായസം, മത്തൻ പായസം, ക്യാരറ്റ് പായസം, ചേന പായസം, പൈനാപ്പിൾ, കരിക്കും പായസം അല്ലെങ്കിൽ ഇളനീർ പായസം, പഴം. സദ്യയിൽ പ്രധാനമായിട്ടുള്ള എത്ര പായസം ഉണ്ടെങ്കിലും പ്രധാനമാണ് പാച്ചോറ്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ തന്നെ ഈ വർഷവും നടത്തുന്നുണ്ട്. സ്വദേശികളും വിദേശികളും ഇഷ്ടം പോലെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് ഇന്ന് തന്നെ 50 പേരെ ബുക്കിംഗ് ഉണ്ട്. ആ ബുക്കിംഗ് അനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് തുടങ്ങിയത്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് നമ്പറുണ്ട്. നിങ്ങൾ അടുത്ത ഓണത്തിനെങ്കിലും ഞാൻ വെൽക്കം ചെയ്യും.
മാത്രമല്ല ഓണത്തിന് മാത്രമല്ല നമ്മൾ സദ്യ കൊടുക്കുന്നതും ഫംഗ്ഷൻ കൊടുക്കുന്നതും ബർത്ത്ഡേ, കല്യാണം, പിന്നെ അങ്ങനെ നൂലുകെട്ട്, അങ്ങനെയുള്ള എല്ലാ പാർട്ടികൾക്കും ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ നമ്പർ ഇതിലുണ്ട്, ബന്ധപ്പെടുക.